സ്വർണ്ണമഴയിലേക്ക് വീണ്ടും സ്വാഗതം. നാല് റൗണ്ടും പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ടീം എ 57 ഗ്രാം സ്വർണം നേടി അഞ്ചാമത്തെ റൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ടീം ബിയും ഏകദേശം ഒപ്പം തന്നെ വിജയിച്ചിട്ടുണ്ട്. 6 ഗ്രാം സ്വർണം വ്യത്യാസത്തിൽ 51 ഗ്രാം സ്വർണം സമ്മാനമായി നേടിയിട്ടുണ്ട്. മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നത് ഭാഗ്യമാണ്, സന്തോഷമാണ്. അതിലേറെ സമ്മാനങ്ങൾ നേടുന്നത് സന്തോഷം. ഇനിയും ധാരാളം മത്സരങ്ങളിൽ പങ്കെടുക്കുക, സമ്മാനങ്ങൾ ധാരാളം വാരിക്കൂട്ടുക. ജീവിതത്തിൽ എല്ലാം ഉയർച്ചയുണ്ടാകട്ടെ. ആശംസകൾ. നന്ദി. അടുത്തത് ടീം എ 5 റൗണ്ട് മത്സരിക്കാൻ പോകുന്നു. ഇവിടെ നിങ്ങളോടൊപ്പം മത്സരിക്കുന്നത് ഭാഗ്യം മാത്രം. ഞാൻ ഒരു ചോദ്യം ചോദിക്കും. ആ ചോദ്യമാണ് നിങ്ങൾക്ക് അവിടെ നിരത്തിയിരിക്കുന്ന ഈ 5 വീപ്പുകളിലായി നിറച്ചിരിക്കുന്ന സ്വർണങ്ങൾ നിങ്ങൾക്ക് കിട്ടുവാനുള്ള ചോദ്യമാണത്. 20, 30, 40, 50, 60 എന്നിങ്ങനെയായിരിക്കും ആ വീപ്പുകൾ ഉണ്ടാവുക. അതിനനുസരിച്ച താക്കോൽ 5 താക്കോൽ ഇവിടെ ഉണ്ടാവും. ആ താക്കോൽ എടുക്കാനുള്ള ആ ചോദ്യം ഞാൻ ചോദിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും ഇപ്പൊ സന്തോഷമായിട്ടിരിക്കില്ലേ? 5ാമത്തെ റൗണ്ടിൽ പോകാനുള്ള സന്തോഷമായല്ലോ. ഈ സ്വർണം കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്, സംശയമൊന്നുമില്ല. പൊതുവെ ആരാണ് വീട്ടിൽ കുറച്ച് ലക്കി പേഴ്സൺ എന്ന് വിചാരിക്കുന്ന ആളാരാ? എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ഒക്കെ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ പറയത്തില്ലേ, ഇന്ന ആൾ വിളക്ക് എത്തിച്ചാൽ മതി, അല്ലെങ്കിൽ ഇന്ന അങ്ങനെയൊക്കെ പറയുമല്ലോ. വിഷുക്കൈനീട്ടം വീട്ടിലൊക്കെ എന്ന് പറയുമ്പോൾ അവരുടെ നിന്ന് കിട്ടിയാൽ ആ വർഷം മുഴുവൻ നിറയെ കാശ് കിട്ടും എന്നൊക്കെ പറയത്തില്ലേ? അങ്ങനത്തെ ആളാരാ ഈ ടീമിലെ? വിസ്മയാണ്. അപ്പൊ വിസ്മയ വരുമോളെ, ഓടി. ഇതാ കണ്ടില്ലേ, ഇവിടെ 6 വിഷയങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. മോൾ ഇത് കറക്കി വിടണം. ഞാൻ ഈ ബോൾ ഇടും, അതെവിടെ പോയി നിൽക്കുന്നു ആ ചോദ്യമായിരിക്കും ചോദിക്കുന്നത്. ചോദിക്കട്ടെ? ഒരു മാജിക് അറിയാം എനിക്ക്. ദേ അവിടെ കണ്ടില്ലേ, അതിനകത്തൊക്കെ സ്വർണ്ണ നിധി വെച്ചിട്ടുണ്ട്. 50 ഗ്രാം സ്വർണ്ണമുണ്ട്, 60 ഗ്രാം സ്വർണ്ണമുണ്ട്, 40 ഗ്രാം ഉണ്ട്, 30 ഉണ്ട്, 20 ഉണ്ട്. അതിൽ എത്ര മോൾ എത്ര കിട്ടുമെന്ന് വിചാരിക്കുന്നേ? 60 കിട്ടുമെന്ന്. ആയി മിടുക്കി. നമ്മൾ സ്വപ്നം കാണുമ്പോൾ, നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ അത്രയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക. അത് കുറച്ച് കിട്ടിയാലും നമുക്ക് വിഷമമൊന്നുമില്ല അല്ലേ? ഒന്നുമില്ലല്ലോ, സന്തോഷം. അപ്പോൾ ഇതിലേതാ നമുക്ക് വരേണ്ടത്? ചരിത്രം വേണോ, സാഹിത്യം വേണോ, ശാസ്ത്രം വേണോ, കായികം വേണോ, സിനിമയാണോ, പൊതുവിജ്ഞാനമാണോ? ഞാൻ ചുമ്മാ ചോദിക്കുക, ഏതെങ്കിലും വരും. പക്ഷെ എനിക്ക് ചെറിയ ചില മാജിക് ഒക്കെ അറിയാവുന്നതുകൊണ്ട് വേണമെങ്കിൽ അവിടെ ഇടാന്ന് വെച്ചിട്ടാ. ഏതാ? സിനിമ. സിനിമ ചോദ്യം വരുകായ സ്വാഹ. അങ്ങനെ ഒരു മന്ത്രം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കറക്കിക്കോ. സിനിമ വരട്ടെ, സിനിമ വരട്ടെ, സിനിമ വരട്ടെ. കണ്ടോ, അത് സാഹിത്യത്തിൽ പോയി നിന്നു. ഈ ബോർഡിന് ഇഷ്ടം സാഹിത്യം. ഒരു പക്ഷേ നാളെ സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്തായിരിക്കാം മോൾ എത്തുന്നത്. എന്തായാലും ചോദ്യം ഞാൻ ചോദിക്കാം, മോൾ പോയി നിന്നോളൂ, ഞാൻ ചോദിക്കാം. ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോഴേ കുടുംബാംഗങ്ങളുമായിട്ട്, ടീം മെമ്പേഴ്സുമായിട്ട് ആലോചിച്ച് എല്ലാവരുടെ അഭിപ്രായ പ്രകാരം ഒരു ഉത്തരം ഉറപ്പിച്ച് പറഞ്ഞാൽ മതി കേട്ടോ. ഇഷ്ടദേവത ഏതാ വിസ്മയുടെ? എനിക്ക് എല്ലാ ദൈവത്തിനെയും ഇഷ്ടം. എല്ലാ ദൈവത്തിനെയും പണിയടിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ. എല്ലാവരും കാര്യം സാധിക്കും. ഓക്കെ. ഗണപതിയെ ഇഷ്ടം, മുരുകനെ ഇഷ്ടം, ശിവനെ ഇഷ്ടം, എല്ലാവരും ഇഷ്ടം, ക്രിസ്തുവിനെ ഇഷ്ടം, എല്ലാവരും ഇഷ്ടം. ഓക്കെ, ചോദിക്കട്ടെ? സാഹിത്യവുമായി ബന്ധമുള്ള ചോദ്യം ചോദിക്കാമോ? ടെൻഷൻ ഉണ്ടോ? ഇല്ലല്ലോ. എന്തിന് ടെൻഷൻ? ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു സ്വർണം തന്നില്ലെങ്കിൽ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. 4 കൽപ്പിച്ച് വന്നിരിക്കുന്നവർക്ക് എന്ത് ഭയം അല്ലേ? ശരി, എന്നാ പിന്നെ ചോദിച്ചേക്കാം. ചോദ്യം: പഴശ്ശിരാജയുടെ ജീവിതത്തെ ആധാരമാക്കി സർദാർ KM പണിക്കർ എഴുതിയ ചരിത്ര നോവൽ ഏത്? ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ കൈരളിയുടെ കഥ, ഓപ്ഷൻ ബി പഴശ്ശി സമരങ്ങൾ, ഓപ്ഷൻ സി പരളിമലയിലെ പൂമരങ്ങൾ, ഓപ്ഷൻ ഡി കേരള സിംഹം. പഴശ്ശിരാജയുടെ ജീവിതത്തെ ആധാരമാക്കി സർദാർ KM പണിക്കർ എഴുതിയ ചരിത്ര നോവലാണ്. ഓപ്ഷൻ ഇനി കേൾക്കണമെങ്കിൽ വായിക്കാം. ഓപ്ഷൻ എ കൈരളിയുടെ കഥ, ഓപ്ഷൻ ബി പഴശ്ശി സമരങ്ങൾ, ഓപ്ഷൻ സി പരളിമലയിലെ പൂമരങ്ങൾ, ഓപ്ഷൻ ഡി കേരള സിംഹം. ഓപ്ഷൻ ഡി കേരള സിംഹം. കേരള സിംഹം. സിംഹമാണ് ഇഷ്ടപ്പെട്ട മൃഗം. അതാണ് ആ സിംഹം. കറക്റ്റാണോ ഞാൻ ചോദിക്കാം. ഈ വിസ്മയുടെ അഭിപ്രായം എനിക്ക് കേൾക്കണം. മോളെന്ത് പറയുന്നു? കറക്റ്റാണോ? പെട്ടെന്ന് ഇങ്ങനെ ഒരു ഉത്തരം പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. കേരള സിംഹം ഇപ്പൊ ഉറപ്പിച്ചങ്ങ് പറഞ്ഞോ? ആണോ?
ഞാൻ ഒരുപാട് സ്വർണം തരാം, ഉടനെ എന്നാ ചോദ്യം പറയുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എല്ലാരും കൂടെ ആലോചിച്ച് ഇങ്ങനെ ഒരു ഉത്തരവാണല്ലോ പറഞ്ഞു. ഞാൻ കുറെ ടെൻഷൻ അടിക്കും അഭിനയിക്കാന്ന് വിചാരിച്ചപ്പോഴേ എന്റെ മുഖത്തുള്ള കള്ളലക്ഷണം നിങ്ങൾക്ക് മനസ്സിലായില്ല. ഉത്തരം ശരിയാണ്, ഉത്തരം ശരിയാണ്. ആരാ വരുന്നത്? താക്കോൽ എടുക്കാൻ ആരാ വരുന്നേ? വരൂ വരൂ, താക്കോൽ എടുക്കാം, തുറക്കാനും അത് എണ്ണാനും ഒക്കെ എല്ലാവർക്കും സഹായിക്കാം. വാ മോളെ, വാ വിസ്മയ, വാ ദിവ്യ, ജോമി സാർ വരൂ സാർ. ഏതായിരിക്കും ചേരുന്നത് എന്നൊക്കെ സഹായിക്കുക. അതല്ല അടുത്തതാണെങ്കിൽ 50,000 60,000 40,000 എന്നറിയില്ല. 40 മുകളിലാവട്ടെ, 60 കിട്ടിയില്ലെങ്കിലും അതിനിടയ്ക്കാവട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്ക്. ഏതായിരിക്കും കിട്ടുന്നത്? മോള് ആഗ്രഹിച്ചു 60 കിട്ടണേന്ന് ആഗ്രഹിച്ചു. കുട്ടികൾ ദൈവങ്ങളെ പോലെയാണെന്നാണ്. പല്ല് കാണിച്ചു. എനിക്ക് സന്തോഷം. എല്ലാരും കുറേശ്ശെ ഓരോരുത്തരും എടുത്ത് എണ്ണിയാ ശരിയാവും. കഴിഞ്ഞു, എണ്ണി കഴിഞ്ഞു. 50. സന്തോഷായോ? വരൂ എല്ലാവരും വരൂ. ശ്രമിക്കാം. ദിവ്യ വരൂ. എന്ത് തോന്നുന്നു? ഇനി അടിച്ചിട്ട് പോയില്ല. ഇനി അടിച്ചു പോറ്റേണ്ട ആവശ്യമില്ല. ഇത്രയും പ്രതീക്ഷിച്ചിരുന്നോ? പ്രതീക്ഷിച്ചില്ല. ഭാഗ്യമുണ്ട് കേട്ടോ. പക്ഷെ മോള് പോക്ക് സന്തോഷമല്ലേ? മോള് കിട്ടിയില്ലേ? ഇപ്പൊ ഫ്രണ്ട്സും എല്ലാവരും കാണുന്നുണ്ടാവും. 50 ഗ്രാം എന്ന് പറഞ്ഞപ്പോ അവരൊക്കെ ചാടിയിട്ടുണ്ടാവും. സ്കൂളിലെ ടീച്ചർമാരെല്ലാരും പ്രത്യേകം പറഞ്ഞു വിട്ടിട്ടുണ്ട്, മോളെടുത്ത് പ്രത്യേകം അന്വേഷിച്ചും പറഞ്ഞേക്കാൻ പറഞ്ഞ്. ഓക്കെ, അപ്പോ വിസ്മയുടെ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും, എന്നെ അന്വേഷിച്ച എല്ലാ ടീച്ചേഴ്സിനും താങ്ക്സ്. വിസ്മയ നല്ല മിടുക്കിക്കുട്ടി, നിറയെ സ്വർണം നേടിയിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ സ്വർണ്ണമഴയുടെ വിജയികളായി ടീം എ 107 ഗ്രാം കരസ്ഥമാക്കി. വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ്. ടീം ബിയും വളരെ ഹാപ്പി ആയിട്ടാണ് ഇവിടുന്ന് പിരിഞ്ഞിരിക്കുന്നത്. അവർക്കും 51 ഗ്രാം സ്വർണം സമ്മാനമായിട്ട് അവർക്കും കിട്ടിയിട്ടുണ്ട്. പ്രേക്ഷകർക്ക് ഇന്ന് 42 ഗ്രാം സ്വർണം ഇതുവരെയായും സമ്മാനമായി കിട്ടിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, SMS അയച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 10 ഭാഗ്യശാലികൾക്ക് ഈ സ്വർണം സമ്മാനമായി കിട്ടുന്നതാണ്. മൊത്തത്തിൽ ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ 200 ഗ്രാം സ്വർണം ഇന്നും വീതിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാ പ്രിയപ്പെട്ട സ്വർണ്ണമഴ പ്രേക്ഷകർക്കും ശുഭരാത്രി. നമസ്കാരം. സ്വർണ്ണമഴ